Hello, my dears. Welcome to our channel. 100 Days Money Manifestation Video Making ചലഞ്ചിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡേ 1, ഡേ 2, ഡേ 3 ചലഞ്ചുകളെല്ലാം ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹാർട്ട്ഫുൾ അപ്രീസിയേഷൻസ്. ആദ്യമായി ഈ ഒരു ചാനൽ കാണുകയാണെങ്കിൽ ഞാൻ ഒന്ന് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നിസീബ. ഞാൻ മണി മാനേജ്മെന്റ് കോച്ചാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ച് കൂടിയാണ്. സോ ഇതുവരെയായിട്ടും ഡേ 1, ഡേ 2, ഡേ 3 ഒന്നും കാണാതെ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് ചലഞ്ചസുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഡേ 4 മുതൽ നമ്മുടെ ചലഞ്ചിന്റെ പാർട്ടാവുക. ഓക്കെ, താങ്ക് യു. സോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിൽ കൂടെ പ്രോമിസ് ചെയ്യുന്നത് 100 ഡേയ്സ് കഴിയുമ്പോൾ കോൺഫിഡൻസോട് കൂടി വീഡിയോ ചെയ്യാനും നിങ്ങളുടെ നോളജോ പ്രോഡക്റ്റോ സർവീസോ ഒക്കെ വഴി നിങ്ങൾക്ക് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് തീർച്ചയായും കഴിയുന്നുണ്ടായിരിക്കും. സോ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ഒരു ചലഞ്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. സോ സീരിയസ് ആയിട്ട് എടുക്കുന്ന എത്ര പേരുണ്ട്, അങ്ങനെയുള്ളവർ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സോ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രോ നമുക്ക് തന്നെ നൽകാനായിട്ട് കഴിയും. സോ സാധാരണ എല്ലാവരും ബിസി ലൈഫിലാണ്. ആ ബിസി ലൈഫിൽ നിന്നും ഒരു സെൽഫ് ഡെവലപ്മെന്റ് എന്തുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി കൊടുക്കൂടാ? ഇങ്ങനെ മാറ്റി കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എവിടെയാണോ സ്റ്റക്ക്, ലൈഫിൽ സ്റ്റക്ക് എവിടെയാണോ ആ സ്റ്റക്കിൽ നിന്നും പ്രോഗ്രസീവ് ലൈഫിലോട്ട് പോകാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ഈ ഒരു ചലഞ്ച് എല്ലാ ദിവസവും കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ ചെയ്യുക. നമുക്ക് ഡേ 3 വീഡിയോ പോലും കമ്മിറ്റ്മെന്റ് വീഡിയോ ആണ്. സോ എത്ര പേര് കമ്മിറ്റ്മെന്റ് വീഡിയോ ചെയ്ത് ഗ്രൂപ്പിലിട്ടു? എസ്, സി 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 ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഡേ 4 ടോപ്പിക് നോക്കിയാലോ. നമുക്ക് സാധാരണയായിട്ട് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമുക്കൊരു ഗോള് വേണം, അല്ലെ? സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മണി ഗോളെന്നോ ഒന്നെങ്കിൽ വീഡിയോ ഗോളെന്നോ എന്ത് വേണമെങ്കിലും ഒരു ഗോളാണ്. ഒരു മണി ഗോൾ ചെയ്യണം നമുക്ക് സെറ്റ് ചെയ്യാൻ. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചലഞ്ചിൽ കൂടെ നമ്മൾ മണിയാണ് അട്രാക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമേഴ്സിന്റെ കൈകളിൽ എത്തുന്നു, നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സിന് നമുക്ക് എത്തുന്നു, അതുവഴി നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് എന്തായാലും തീർച്ചയായും നമുക്കൊരു മണി ഗോൾ ചെയ്ത് സെറ്റ് ചെയ്യാം. സോ ഗോൾ എന്നാൽ എന്താണ്, അല്ലെങ്കിൽ ഗോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. സോ എത്ര പേർക്ക് ഗോൾ എന്താണെന്ന് അറിയണം? എങ്കിൽ ജി എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സോ ഗോൾ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് പോകണമെന്ന കൃത്യമായി ധാരണയുണ്ടെങ്കിലും എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും, അല്ലേ? കാരണം എന്തുകൊണ്ട്, നമുക്കൊരു റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ കാണാം. ഈ റൂട്ട് മാപ്പുകളെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. സോ സത്യം പറയുകയാണെങ്കിൽ ഗോൾ ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തും. അത് കുറേ സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എത്ര ഡ്രൈവ് ചെയ്താലും എവിടെയാണ് എത്തുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യം എടുത്താലും നമുക്ക് ഗോൾ ഇല്ല, ഫോക്കസ് ഇല്ല, ഡിറക്ഷൻ ഇല്ല, അതുപോലെ റിസൾട്ട് ഇല്ല. സോ വിത്തൗട്ട് ഗോൾ അച്ചീവ്മെന്റ് ഇമ്പോസിബിൾ ആണ്. സോ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ഗോൾ വെക്കുക. നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് നമ്മുടെ ഡേ ഗോളാണ്. ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഗോൾ വെക്കാം. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഇതെല്ലാം ഗോളാണ്, അല്ലെ? നമ്മൾ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് പോകാനും പ്രോപ്പറായിട്ട് അവിടെ എത്താനും നമ്മൾ ഈ ഒരു ഗോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോളിനെ കുറിച്ചിട്ടാണ്. സോ അതുകൊണ്ട് എല്ലാവരും നോട്ട് എടുക്കുക, ഇന്നത്തെ ഡേറ്റ് ഇടുക, ഡേ 4 ഇടുക. ഡേ 4 ചലഞ്ച് 90 ഡേ മണി ഗോളാണ്. നമ്മൾ ഒരു ദിവസത്തേക്കല്ല ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്, നമ്മൾ 90 ദിവസത്തേക്കാണ് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ചലഞ്ച് 100 ഡേയ്സ് ആണ് വരുന്നത്. അപ്പം നമുക്ക് 90 ദിവസം കൊണ്ട് എന്തുകൊണ്ടും എന്താണ് നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രം. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഗോൾ എന്താണെന്നും എന്തുകൊണ്ട് ഗോൾ ഇമ്പോർട്ടന്റ് ആണെന്നും മനസ്സിലായി എനിക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, അല്ലെ? എങ്കിൽ യു എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ നിങ്ങളിന്ന് ഈ ഒരു ഗോളിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഗോളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ഗോളുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ കണക്ട് വിത്ത് യുവർ ഗോൾ ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. ക്ലോസ് യുവർ ഐസ്.
ടേക്ക് എ ഡീപ് ബ്രത്ത്, ഇൻഹേൽ. ഒരു ദീർഘശ്വാസം എടുക്കുക. സ്ലോലി എക്സേൽ. ഇനിയും ഒരു ശ്വാസം എടുക്കുക. Slowly exhale. Very good. So again, inhale and exhale. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് ഈ മണി ഗോൾ എന്തിനു വേണം? ഈ ഗോൾ എൻ്റെ ലൈഫിൽ എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്? ഒരു 2-3 മിനിറ്റ് ഒന്ന് ആലോചിക്കുക. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ 90 ദിവസത്തെ മണി ഗോള് ഞാൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് വരാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ മനസ്സിൽ കിട്ടിയ ആദ്യത്തെ ആൻസർ അത് നിങ്ങളുടെ നോട്ടിലോട്ട് എഴുതണം. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്ത് പുറത്തോട്ട് വരിക. ഇപ്പൊ നിങ്ങൾക്ക് വളരെയധികം കൃത്യമായിട്ട് ഗോള് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുക, കണക്ട് വിത്ത് ഒരു ഗോൾ എന്ന് എഴുതിയിട്ട് ആ ഒരു ഗോള് അല്ലെങ്കിൽ ആ ഒരു ഗോളിനെ പറ്റി ആലോചിച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വന്നത് അത് നിങ്ങൾ എഴുതുക. ഓൾ റൈറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഒരൊറ്റ വേർഡ് എഴുതിയാലും മതി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പിന്നീട് അതിനെ മാറ്റാം. ഓക്കെ, കുഴപ്പമില്ല. യെസ് യെസ്, ഓക്കെ. സോ അടുത്ത സ്റ്റെപ്പ് 2 ആണ്, സെറ്റ് യുവർ 90 ഡേയ്സ് ഗോൾ, മണി ഗോൾ ആണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി മെല്ലായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. ഡീപ് ബ്രത്ത്, ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഈ ഒരു സമയത്ത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണ്. അതായത് പിക്ചറാണ് നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യത്തിനും ഈസി ആയിട്ട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. 90 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നത്? നിങ്ങൾക്ക് ഇൻകം മാറിയിട്ടുണ്ടായിരിക്കാം, കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടായിരിക്കാം, ഫാമിലി ലൈഫിലെ ബോണ്ടിങ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരിക്കാം, മനസ്സിൽ സമാധാനം കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ഒരു 90 ഡേയ്സ് 3 മന്ത്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കിട്ടുന്നു, നിങ്ങളുടെ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നു, നിങ്ങളുടെ സർവീസസ് അവർ അക്യൂർ ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം നിങ്ങളുടെ ശിരസ്സുകളിൽ കൂടി ഇപ്പോൾ ഓടുകയാണ്. നിങ്ങൾ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇൻഹേൽ ആൻഡ് എക്സേൽ. എന്നിട്ട് ആ ഫീലിങ്ങോട് കൂടി തന്നെ നിങ്ങളുടെ എക്സാക്ട് 90 ഡേയ്സിന്റെ മണി ഗോൾ നോട്ടിൽ എഴുതുക. എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത 3 മാസത്തിൽ ഞാൻ ഡാഷ് രൂപ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആ എമൗണ്ടിന്റെ എത്ര എക്സ് വേണോ കിട്ടാം. ഇപ്പൊ നിങ്ങൾക്ക് 10,000 ആണെങ്കിൽ 3x കൊടുക്കുകയാണെങ്കിൽ 30,000 ആവും. 5x കൊടുക്കാം. എത്രയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകം, ആ ഇൻകത്തിന്റെ നിങ്ങൾക്ക് മനസ്സിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ അപ്പൊ നിങ്ങളിപ്പം ഈ 2 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പറയുന്ന കാര്യം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അത് നെക്സ്റ്റ് 90 ഡേയ്സിൽ എല്ലാ ദിവസവും എവറി മോർണിംഗ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ്. 10 കാര്യങ്ങൾക്ക് നിങ്ങൾ റാൻഡംലി ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നുകിൽ എഴുതാം അല്ലെങ്കിൽ പറയാം. റാൻഡം ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നിങ്ങളുടെ വീടിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. സോ എങ്ങനെ നിങ്ങൾക്ക് 10 കാര്യങ്ങൾ റാൻഡം ആയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയോ അല്ലെങ്കിൽ നോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നോട്ട് എഴുതുകയോ ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഈ മണി ഗോൾ ഉണ്ടല്ലോ, അത് വായിക്കുക. അതായത് 3 മാസത്തിനിടെ അല്ലെങ്കിൽ 3 മാസത്തിൽ നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾക്ക് എത്രയാണോ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ എഴുതിയ ഗോള് വായിക്കുക. 10 ടൈംസ് റീഡ് ചെയ്യുക. ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, ഈ റൂള് ബ്രേക്ക് ചെയ്യരുത്. ഇതൊരു ഡിസിപ്ലിൻ ആണ്.
നിങ്ങളുടെ പാത്ത് തന്നെ ചേഞ്ച് ചെയ്യും. അതായത് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇത്രയും നാളും ചെയ്യാത്ത പല കാര്യങ്ങളും ഇപ്പോഴും ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ സ്റ്റക്ക് വരുമായിരിക്കും. അതൊന്നും പ്രശ്നമല്ല. സ്റ്റാർട്ട് ഇറ്റ്. കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് വരും. എത്ര പേർക്കത് വാല്യുബിൾ ആയിട്ട് തോന്നി എങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേര് ഇത് ഞാൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യുമെന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ CM എന്നിടാം. കമ്മിറ്റ്മെന്റ്. ഓക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ. സോ നിങ്ങൾ നോട്ടിനകത്ത് എഴുതുക, ഞാൻ ഈ എക്സസൈസ് നെക്സ്റ്റ് 90 ഡേയ്സിൽ ഡെയിലി ചെയ്യുമെന്ന് ഞാൻ എന്നോട് തന്നെ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നു. ഞാൻ ഈ എക്സസൈസ് നെക്സ്റ്റ് 90 ഡേയ്സ് ഡെയിലി ചെയ്യുമെന്ന് ഞാൻ എന്നോട് തന്നെ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ഓക്കെ ആയി. ഇനി സ്ക്രിപ്റ്റിംഗ് ഒരു കാര്യം കൊണ്ടുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ്സ് എഴുതുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം. അതായത് നിങ്ങൾ ആരാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിനുശേഷം നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് മണി ഗോൾ ആണ്. അപ്പൊ മണി ഗോൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി വീഡിയോ ഷൂട്ടിന്റെ ഒരു അഫർമേഷൻ തന്നിട്ടുണ്ട്. ആ അഫർമേഷൻ നിങ്ങൾ എഴുതുക. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടുന്നു. വീഡിയോ വഴി എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ ദിനം പ്രതി എൻ്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാം. എഴുതിയിട്ട് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറയുക, അഫർമേഷൻ വായിക്കുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്ത ഷൂട്ടിംഗ് പാർട്ടിലോട്ട് പോവുകയാണ്. സോ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യുക. നിങ്ങളെ വീഡിയോയിൽ പറയേണ്ടത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ കമ്മിറ്റ്മെന്റ് ഓത്തായിട്ട് ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നിങ്ങളുടെ മണി ഗോൾ, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന മണി ഗോൾ, നിങ്ങൾ എന്തിനാണ് ഈ ഒരു മണി ഗോൾ എഴുതിയതെന്നും അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതിനുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതിയിരുന്നത്, അതേ സ്ക്രിപ്റ്റ് അതുപോലെ നിങ്ങൾ നോക്കി വായിക്കുകയോ അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി ക്യാമറയിൽ നോക്കി വായിക്കുകയോ ഒക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഫർമേഷൻസും കൂടി പറയുക. അതായത് നിങ്ങൾക്ക് ഈ മണി ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുക തന്നെ തീർച്ചയായും. കാരണം എന്തുവാണ്, നിങ്ങളിപ്പം അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻകം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മണി നാച്ചുറലി നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് കോൺഫിഡൻസോട് കൂടി പറയാം. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരാം. എനിക്ക് മണി ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു. എൻ്റെ ഇൻകം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നു. എനിക്ക് മണിയെ നാച്ചുറലി അട്രാക്ട് ചെയ്യാൻ കഴിയുന്നു. ഇത് 3 പ്രാവശ്യം കോൺഫിഡൻസോട് കൂടി പറയുക. സോ നിങ്ങളുടെ ഡേ 4ന്റെ വീഡിയോ ഷൂട്ടും നിങ്ങളിതാ കഴിഞ്ഞിരിക്കുകയാണ്. എത്ര പേർക്ക് ഇപ്പോൾ പവർഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്? ഡേ 1ൽ നിന്നും നമ്മളിപ്പം ഡേ 4ൽ എത്തുമ്പം തന്നെ ഒരുപാട് ചേഞ്ചസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തായിട്ട്, അങ്ങനെയാണെങ്കിൽ CB എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു. വീഡിയോ ഷൂട്ട് കഴിഞ്ഞാൽ ഡേ 1ൽ നമ്മൾ ഡേ 4ൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് എഴുതാനുള്ള ലൈന്? ഡേ 4 വീഡിയോ സ്ക്രിപ്റ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും ഫിനിഷ് ചെയ്തതിന് നന്ദിന്നോ, ഫിനിഷ് കംപ്ലീറ്റ് എന്നൊക്കെ എഴുതുക. ഇനി അടുത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒന്നിനും പെർഫെക്ഷൻ നോക്കണ്ട. ഓക്കെ, ഒരു ആക്ഷൻ മാത്രം മതി. നമ്മൾ എക്സ്പെക്ടേഷൻ അല്ല, നമുക്ക് കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കമ്മിറ്റ്മെന്റ് ആവുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ നമ്മൾ ഇതോടുകൂടി എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി എങ്കിൽ യു എന്ന് ടൈപ്പ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമുക്ക് നാളെ നമുക്ക് വീണ്ടും ഡേ 5ൽ വെച്ച് കണ്ടുമുട്ടാം. സോ ഡേ 5ൽ വെച്ച് കണ്ടുമുട്ടുന്നത് വരെ, until then, take care, take action, stay committed. Thank you so much.